ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അഭ്യൂഹങ്ങൾക്ക് വിട നൽകിയാണ് വീണ്ടും ഖമേനി പ്രത്യക്ഷപ്പെട്ടത്. അതിനിടെ ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരിഫിന്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നു. ഹൊസൈനിയയിലെ അഷുറ ചടങ്ങിലാണ് ഇസ്ലാമിക വിപ്ലവ നേതാവ് എത്തിയത്. ഖമേനിയുടെ നിർഭയ സാന്നിധ്യം ഇറാൻ ഭീഷണികൾക്ക് ഒരിക്കലും കീഴടങ്ങില്ല എന്ന് തെളിയിച്ചു എന്നാണ് സരിഫ് ഞായറാഴ്ച പറഞ്ഞത്. ഇസ്രായേൽ ഖമേനിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സരിഫിന്റെ പരാമർശം. ഖമേനിയുടെ നിർഭയ സാന്നിധ്യം പ്രചരിപ്പിക്കപ്പെട്ട മിഥ്യാധാരണകളെ തകർത്തു. സരിഫ് ഇംഗ്ലീഷിലും പേർഷ്യനിലും എക്സിൽ എഴുതി. ഇറാനികൾ ഒരിക്കലും കീഴടങ്ങില്ലെന്ന് സമ്മതിക്കേണ്ട സമയമാണിതെന്നും സരിഫ് വ്യക്തമാക്കി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അഹങ്കാരികളായ രാജ്യങ്ങളോട് ഇറാനെ ഒരിക്കലും ഭീഷണിപ്പെടുത്തരുതെന്നും സരിഫ് ആഹ്വാനം ചെയ്തു. സെൻട്രൽ തെഹ്റാനിൽ മുഹറവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് ഖമേനി പ്രത്യക്ഷപ്പെട്ടത്. പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രസംഗിച്ചില്ലെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖമേനി ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനക്കൂട്ടം എഴുന്നേറ്റ് വന്നു. ജനക്കൂട്ടത്തിന് നേരെ ഖമേനി കൈവീശുകയും ചെയ്തു. ഇസ്രായേലുമായി സംഘർഷം ആരംഭിച്ച ശേഷം ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് ഖമേനി പൊതുവേദികളിൽ എത്തുന്നത് ഒഴിവാക്കിയത്. ജൂൺ 22-ന് ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ US നേരിട്ട് ഇടപെട്ടിരുന്നു. പിന്നാലെ US ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയാണെന്ന് US അറിയാമായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയില്ലായിരുന്നുവെന്നുമാണ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയത്. US സമ്മതം മൂളിയാൽ ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേലും അതിനിടെ ഭീഷണി മുഴക്കി. അതിനിടെ കീഴടങ്ങണമെന്ന ട്രംപിന്റെ ഭീഷണി ഖമേനി തള്ളിക്കളയുകയും ചെയ്തു. ജൂൺ 26-ന് സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലൂടെയാണ് ഖമേനി USന് മറുപടി നൽകിയത്. ഖത്തറിലെ US വ്യോമത്താവളം ആക്രമിച്ചതിലൂടെ അമേരിക്കയുടെ മുഖത്തൊരു അടി നൽകിയെന്നും വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ഖമേനി തന്റെ പിൻഗാമികളുടെ പട്ടിക തയ്യാറാക്കിയതായി റിപ്പോർട്ട് വന്നു. ഇസ്രായേൽ US മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഖമേനി സുരക്ഷിത കേന്ദ്രത്തിലാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടാണ് പിൻഗാമി സാധ്യതാ പട്ടിക ഖമേനി മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇറാനിലെ 3 മുതിർന്ന പുരോഹിതരെയാണ് ഖമേനി നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്ന് ചില വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ മകനെ പിൻഗാമിയായി ഖമേനി പരിഗണിച്ചില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതുകൂടാതെ യുദ്ധത്തിൽ നിലവിലെ സൈനിക നേതൃത്വത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന വിധം ഉദ്യോഗസ്ഥരുടെ പേരുകളും അദ്ദേഹം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞു. ഇറാനിലെ പുതിയ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് മാസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെയാണ്. എന്നാൽ ഇസ്രായേലോ USO ആക്രമണത്തിലൂടെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പുതിയ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഖമേനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതീവ സുരക്ഷാ കേന്ദ്രത്തിലുള്ള ഖമേനിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ആളുകൾ മാത്രമാണുള്ളതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.